രണ്ട് രാഷ്ട്രീയ നേതാക്കൾ, ചെറിയ നേതാക്കളൊന്നുമല്ല, വലിയ നേതാക്കൾ തന്നെയാണ്. രണ്ടുപേരും അടുത്തിടെ കളം മാറി ചവിട്ടിയവരാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ രണ്ട് നേതാക്കളുടെ സ്ഥിതി ഇപ്പോഴെന്താണ്? വഴിയാധാരമായി എന്ന് പറയുന്നതായിരിക്കും ശരി. വലിയ പ്രതീക്ഷയായിരുന്നു അവർക്ക് രണ്ട് പാർട്ടികളും നൽകിയത്, UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നൽകിയത്. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും വഴിയാധാരമാവുന്ന അവസ്ഥയിലാണ്. ഒരാൾ സന്ദീപ് വാര്യരാണ്, BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുമെന്ന് ആരും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞല്ല കോൺഗ്രസിലേക്ക് വന്നത്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അദ്ദേഹം കോൺഗ്രസിലെത്തി എന്നതാണ് അവസ്ഥ. അതുവരെ അദ്ദേഹം BJPയുടെ RSSന്റെ നിലപാടിനൊപ്പമാണ്. BJPക്ക് അകത്തുണ്ടായ പിളർപ്പടക്കം, അതായത് സന്ദീപ് വാര്യർ BJP വിട്ട് പുറത്തു വരാൻ കാരണം ആശയപരമായ എതിർപ്പ് ആയിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവസാന നിമിഷം വരെ അദ്ദേഹം RSSനോടൊപ്പമായിരുന്നു. RSSനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. RSSന്റെ ശാഖയ്ക്ക് സ്ഥലം വിട്ടുകൊടുക്കുമെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. ഓഫീസ് കെട്ടാൻ സ്ഥലം വിട്ടുകൊടുക്കുമെന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. എന്ന് വെച്ചാൽ RSSന്റെ എല്ലാ ആശയങ്ങളോടും ഒപ്പം നിൽക്കുക തന്നെ അദ്ദേഹം ഒരു ദിവസം രാത്രി വെളുക്കുന്നതിന് മുമ്പ് കോൺഗ്രസിലെത്തുന്നു. അത് എങ്ങനെ? വലിയ വാഗ്ദാനങ്ങളാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നത്, ചെറിയ വാഗ്ദാനങ്ങളൊന്നുമല്ല. അതിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി പദമുണ്ട്. അതോടൊപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജയസാധ്യതയുള്ള സീറ്റ് നൽകും എന്ന വാഗ്ദാനവുമുണ്ട്. ഇത് രണ്ടും വിശ്വസിച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നതിന് ചുക്കാൻ പിടിച്ചത് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. KPCC പ്രസിഡന്റ് K സുധാകരൻ അതേക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ഇത് അറിഞ്ഞത് മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി മാല കയ്യിൽ കൊടുക്കുമ്പോൾ മാത്രമായിരുന്നു. അതുവരെ അദ്ദേഹത്തോട് ഇക്കാര്യം ആരും പറഞ്ഞിരുന്നില്ല. അതിൻ്റെ വേദന, അല്ലെങ്കിൽ എന്നെ അപമാനിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന ചിന്ത K സുധാകരന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടവുമായിരുന്നു ആ ചടങ്ങിൽ. അതുകൊണ്ട് തന്നെ K സുധാകരന് സന്ദീപ് വാര്യർ വന്നതിനോട് അത്ര യോജിപ്പില്ല. അദ്ദേഹം KPCC പ്രസിഡന്റാണ്. അദ്ദേഹം തീരുമാനിക്കാതെ ഒരു പദവി സന്ദീപ് വാര്യർക്ക് നൽകാൻ കഴിയില്ല. ജനറൽ സെക്രട്ടറി പദവി നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നും അതിന് KC വേണുഗോപാൽ പച്ചക്കൊടി കാട്ടിയിരുന്നുവെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അതിന് എല്ലാ ഉറപ്പും നൽകിയിരുന്നുവെന്നും ഇതിലേറെ പറയുന്നു, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുമാണ് VD സതീശൻ വിഭാഗം പറയുന്നത്. എന്നാൽ K സുധാകരൻ പറയുന്നു, ഇത് സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവുമില്ല, ആർക്കും ഒരു വാഗ്ദാനവും ഞാൻ നൽകിയിട്ടില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടു ആരും നൽകിയിട്ടില്ല. അതുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകാൻ കഴിയില്ല എന്ന നിലപാട് K സുധാകരനും K സുധാകരൻ വിഭാഗവും മുറുക്കെ പിടിക്കുന്നു. ആ വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. വേണമെങ്കിൽ KPCC സെക്രട്ടറി ആക്കാം, അതാണ് K സുധാകരൻ നൽകുന്ന കാര്യം. KPCC ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ 20 പേരാണുള്ളത്. അത്തരമൊരു ഉയർന്ന പദവി RSSൽ നിന്ന് BJPയിൽ വന്ന ഒരാൾക്ക് പെട്ടെന്ന് നൽകേണ്ടതുണ്ടോ എന്നാണ് K സുധാകരൻ വിഭാഗം ചോദിക്കുന്നത്. എന്നാൽ VD സതീശൻ വിഭാഗം പറയുന്നു, നേരത്തെ നൽകിയ വാഗ്ദാനമാണ്, അത് നടപ്പാക്കണമെന്ന്. ഈ തർക്കം കോൺഗ്രസിൽ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു തർക്കം തുടങ്ങിയാൽ അത് പരിഹരിക്കുക എളുപ്പമല്ല. അത് അനന്തമായി നീണ്ടുപോകും. കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘടനയെ പോലെയാണ്, അത് അനന്തമായി നീളുകയാണ്. പുനഃസംഘടന വന്നാൽ ജംബോ കമ്മിറ്റി ആയിരിക്കും. ജാതി മത പരിഗണനകൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ജംബോ കമ്മിറ്റികൾ ഉണ്ടാക്കുക. വലിയ പട്ടിക തയ്യാറാക്കി മുകളിലേക്ക് അയക്കും, മുകളിൽ നിന്ന് പട്ടിക അംഗീകരിച്ച് താഴേക്ക് വരും. അല്ലാതെ ജനാധിപത്യപരമായ രീതിയിൽ CPIM ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്നത് പോലെ സമ്മേളനം നടത്തി 3 വർഷം കൂടുമ്പോൾ കൃത്യമായി സമ്മേളനം നടത്തി ഭാരവാഹികളെ കണ്ടെത്തുകയല്ല, തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്, നോമിനേഷനാണ്. ആ നോമിനേഷൻ തന്നെ ജംബോ കമ്മിറ്റികളായി മാറുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയ തർക്കമായി മാറാറുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒരു പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ആരംഭിച്ചാൽ അത് അനന്തമായി നീണ്ടുപോകും. തർക്കമായാൽ പിന്നെ നടക്കുമെന്ന് ഉറപ്പുമില്ല. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇതൊക്കെ കണ്ട് മനം മടുത്ത് മാതൃസംഘടനയായ RSSലേക്കും BJPയിലേക്കും തിരിച്ചു പോകുമോ എന്ന സംശയം പോലും കോൺഗ്രസ് നേതാക്കൾ പരിഗണിക്കുന്നുണ്ട്. അതിനിടെയാണ് മറ്റൊരു വാർത്ത വരുന്നത്. അത് മറ്റൊരെ കുറിച്ചുമല്ല, രണ്ടാമത്തെ നേതാവായ PV അൻവറിനെ കുറിച്ചാണ്. PV അൻവറിന് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്ത ഒരു പരിലാളനയുണ്ട്. പരിലാളനയല്ല, പ്രാമുഖ്യം. കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം PV അൻവറിന്റെ വീട് മുറ്റത്ത് പോയി നിൽക്കുന്ന കാഴ്ച നാം കണ്ടതാണ്. വീട്ടിൽ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ PV അൻവർ കാണുന്നത് വീട്ടുമുറ്റത്ത് മാധ്യമങ്ങളുടെ പടയാണ്.
ഒരു മാധ്യമത്തിൽ തന്നെ 2-3 ക്യാമറമാന്മാരും റിപ്പോർട്ടർമാരും വന്ന് നിൽക്കുന്നു, ഇന്റർവ്യൂവിന് വേണ്ടി മത്സരിക്കുന്നു. ഞാനിതാ കേരളത്തിലെ മുഖ്യമന്ത്രിയായ മുതിർന്ന നേതാവായ പിണറായി വിജയനേക്കാളും വലിയ നേതാവായി മാറി എന്ന് വിശ്വസിച്ചു PV അൻവർ. അങ്ങനെയാണ് അദ്ദേഹം വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രൂപത്തിൽ പലതും വിളിച്ചു പറയാൻ തുടങ്ങിയത്. അങ്ങനെ വിളിച്ചു പറഞ്ഞതെല്ലാം വെണ്ടയ്ക്കായി മാധ്യമങ്ങൾ നൽകുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് അങ്ങ് ഞാനിതാ വലിയ നേതാവായി പോയി, കേരളം ഇനിയിപ്പോൾ ഞാൻ തീരുമാനിച്ചതുപോലെ സഞ്ചരിക്കും, UDF ഞാൻ പറയുന്നത് കേൾക്കും എന്നൊക്കെ വിചാരിച്ചാണ് അദ്ദേഹം വന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാനുള്ള ശ്രമമായി. പല പാർട്ടികളെയും മുട്ടി, എവിടെയും എത്തിയില്ല. ഇപ്പോഴും വഴിയാധാരമായി നിൽക്കുന്നു. കോൺഗ്രസിൽ ചേരുമെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. എന്നാൽ VD സതീശൻ കയ്യോടെ നിഷേധിച്ചു. VD സതീശൻ പറഞ്ഞു, അങ്ങനെയൊരു കാര്യം എനിക്കറിയില്ല. കെ സുധാകരനാണ് മുൻകൈ എടുക്കുന്നത്. കെ സുധാകരന്റെ അനുയായി കൂടിയാണ് PV അൻവർ. കെ സുധാകരന്റെ മുൻകൈയിൽ AICC ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ചർച്ച നടത്തി എന്നാണ് കേൾക്കുന്നത്. ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ VD സതീശനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. ആ വാക്ക് കേൾക്കാം. എനിക്കറിയില്ല, എനിക്കറിയാത്ത ഞാനെങ്ങനെ പറയണേ? എനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഒന്നും അറിയാൻ പാടാത്ത കാര്യത്തെ കുറിച്ച് ചോദിക്കണേ. എനിക്ക് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടു ആ ഇന്റർവ്യൂ. നിങ്ങളൊരു കുറിപ്പ് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് ലീഡിങ് ക്വസ്റ്റ്യൻ, യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ചോദ്യം ഉണ്ട് അതിനകത്ത്. 24 അല്ലേ? 24 ഒരു കുറിച്ച് ചോദ്യം ചോദിച്ചു. അത് അദ്ദേഹം അത് വളരെ മനോഹരമായിട്ടാണ്. അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം അങ്ങനെയൊന്നും അല്ല അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് PV അൻവറുടെ അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത്, 2 പ്രധാനപ്പെട്ട നേതാക്കൾ, കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന 2 പേർ ഇപ്പോൾ വഴിയാധാരമായി നിൽക്കുന്നു എന്ന്. ഒരു പദവിയും എളുപ്പത്തിൽ ലഭിക്കില്ല സന്ദീപ് വാര്യർക്ക്. UDF പ്രവേശനം, അതല്ലെങ്കിൽ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം, അതും വളരെ എളുപ്പത്തിൽ നടക്കില്ല PV അൻവറിന്. കൊമ്പുകുലുക്കി വന്നവർ അവസാനം വെറുതെ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വഴിയാധാരമായി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്.